പ്രണയം അതിമനോഹരമായൊരു വികാരമാണല്ലേ? അങ്ങനെയെങ്കിൽ പ്രണയം നിരസിക്കപ്പെടുന്നതോ? ആ അവസ്ഥയിലൂടെ കടന്നുപോയവരോട് ചോദിച്ചാൽ പറയും അത് അങ്ങേയറ്റം വേദനാജനകമാണെന്ന്. പാതി വഴിയിൽ ഒഴിവാക്കപ്പെട്ട പ്രണയബന്ധങ്ങളുണ്ട്. പുതിയ തലമുറയുടെ ഭാഷയിൽ തേപ്പ് കിട്ടിയ ബന്ധങ്ങൾ. ഇന്നത്തെ കാലത്ത് പ്രണയിക്കാനും കൂട്ടുകൂടാനും അതുപോലെ തന്നെ അത് വേണ്ടെന്ന് വെക്കാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരാളുടെ ഇഷ്ടമാണെന്ന് പറയാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രത്യേക ആമുഖങ്ങളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നോ പറയാനുള്ള ആർജവവും അവർക്ക് കൂടുതലാണ്. പക്ഷേ ഈ നോ സ്വീകരിക്കാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട്? എൻ്റെ സ്നേഹം വേണ്ടെന്ന് പറയുന്നവരോട് വെറുപ്പ് തോന്നുന്നതാണോ പ്രണയം? ഇത്തരം വൈരാഗ്യത്തിലും അപമാനത്തിലും നിന്നാണ് പക ഉടലെടുക്കുന്നത്. പിന്നെ അവളുടെ ജീവനെടുക്കണമെന്ന ചിന്ത. പത്തനംതിട്ട കുമ്പനാട്ടെ അജിൻ റെജി മാത്യു എന്ന ചെറുപ്പക്കാരനെ കൊലയാളിയാക്കിയത് പ്രണയ നൈരാശ്യമാണ്. ആ പക വിട്ടൽ അവൻ എന്താണ് സമ്മാനിച്ചത്? കവിത എന്ന 19-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മാർച്ച് 12 സമയം രാവിലെ 9:10. പത്തനംതിട്ട തിരുവല്ല നഗരം സജീവമാകുന്ന നേരമാണ്. ആളുകൾ ജോലിക്കും കുട്ടികൾ സ്കൂളുകളിലേക്കും പോകുന്ന തിരക്കേറിയ സമയം. അന്ന് അവിടെ കേട്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അയിരൂർ സ്വദേശിനി കവിത തിരുവല്ലയിൽ ബസ് ഇറങ്ങിയതിന് പിന്നാലെയാണ് ആ ദുരന്തം സംഭവിച്ചത്. അവിടെ 3 കുപ്പി പെട്രോളും കയറും കത്തിയുമായി നിൽക്കുന്ന കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു. കവിതയെ കണ്ടപാടെ അയാൾ കത്തിയെടുത്ത് കുത്തുന്നു. പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയുള്ള ആക്രമണം. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കവിതയുടെ മരണം സംഭവിച്ചത്. 6 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം കവിതയുടെ കുടുംബത്തിന് നീതി കിട്ടിയ ദിവസമാണിത്. കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. അജിൻ റെജി മാത്യു 5 ലക്ഷം രൂപ പിഴയടക്കണമെന്നും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധിയിലുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് അയിരൂർ സ്വദേശിനി കവിതയെ പ്രതി അജിൻ റെജി മാത്യു കൊലപ്പെടുത്തിയത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പ്രതിക്ക് ജീവപര്യന്തം തടവും ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി കേൾക്കാൻ കവിതയുടെ മാതാപിതാക്കളും ബന്ധുക്കളും എത്തിയിരുന്നു. വിധിയിൽ തൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. അപ്പം സന്തോഷം തോന്നി, സങ്കടവും തോന്നി. അവന് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. നമുക്ക് പറയാവുന്നല്ലേ പറ്റത്തുള്ളൂ. ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. പരമാവധി ശിക്ഷ കൊടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. തൃപ്തനാണ്. കേസിൽ നിർണായകമായ 94 രേഖകളും 43 സാക്ഷികളെയും ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണമാണ് പ്രതിക്ക് ശിക്ഷ ലഭിക്കാൻ കാരണം. കേസ് അന്വേഷിച്ച സംഘത്തെയും പ്രോസിക്യൂട്ടറെയും കോടതി പ്രശംസിച്ചു. പ്രതി IPC 341 302 പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയുണ്ട്. ഇന്നത്തെ പത്തനംതിട്ട SP ജയദേവ് സാർ, DSP ഉമേഷ് സാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഗോകുമാറിന്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ. ആ തെളിവിന് വളരെ കൃത്യമായും ഹരിശങ്കർ പ്രസാദ് സാറ് കോടതിയിൽ എത്തിച്ചു. അതുവഴി ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കാൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. 2019 മാർച്ച് 12 കേസിനാസ്പദമായ സംഭവം. കവിതയും പ്രതി അജിൻ റെജി മാത്യുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ തിരുവല്ല KSRTC സ്റ്റാൻഡിന് സമീപം വഴിയിൽ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും പിന്നീട് പെട്രോൾ കവിതയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരിച്ചു. നാട്ടുകാരാണ് അജിനെ പിടികൂടി പോലീസിന് കൈമാറിയത്. പ്രതിയായ അജിൻ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പണം നൽകാൻ ATM കാർഡ് ഉപയോഗിച്ച വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു.
ന്യൂസ് 18 പത്തനംതിട്ട. അങ്കമാലി കറുകുറ്റിയിലെ കണ്ണീർ മഴ പെയ്യുന്ന വീട്, എവിടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ. ചെറിയ പെട്ടിക്കുള്ളിൽ ചെറുപുഞ്ചിരിയോടെ കിടക്കുന്ന കുഞ്ഞ് ഡെൽനയെ വിളിച്ചുണർത്താൻ നോക്കുന്ന അമ്മ റൂത്ത്, അലമുറിയിട്ട് കരയുന്ന അച്ഛൻ ആന്റണി, കുഞ്ഞനിയത്തിക്കൊപ്പം ഇനി കളിക്കാൻ കഴിയില്ലെന്ന സങ്കടത്തിലിരിക്കുന്ന ഡാനിക്കുട്ടൻ. ഡെൽനമോളുടെ മാമോദിസയും സഹോദരൻ്റെ പിറന്നാളും ആഘോഷിക്കാൻ കാത്തിരുന്ന കുടുംബത്തിലേക്കാണ് ഇടുത്തി പോലെ ദുരന്തം വന്നെത്തിയത്. ഒരു നിമിഷത്തെ അമ്മൂമ്മയുടെ മാനസിക വിഭ്രാന്തിയാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവനെടുത്തത്. മകളുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ കറുകുറ്റി സ്വദേശിനി റോസ്ലിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച റോസ്ലി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലെ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മ ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അവർ ആശുപത്രിയിലായിരുന്നു, പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ അമ്മൂമ്മ കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ട് താനത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. വിഷാദ രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരിങ്ങനെ ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ മൊഴികൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പോലീസ് അത് കണക്കിലെടുത്തിരിക്കുന്നത്. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെല്ലാം വകുപ്പുകൾ വേണം എന്നതടക്കം, പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയടക്കം അതിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മൂമ്മയുടെ സമീപം ഉറക്കാൻ കിടത്തിയിട്ട് അടുക്കള ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കരച്ചിൽ കേട്ട് ഇവിടേക്ക് വരികയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടിയെ കാണുകയും ചെയ്യുന്നത്. ആദ്യം ഇതെന്തെന്ന് മനസ്സിലായില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയും അബോധാവസ്ഥയിലേക്കാകുന്ന ഒരവസ്ഥ വന്നു. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു കഴുത്ത് കുട്ടിയുടെ മുറിപ്പെടുത്തിയതാണ് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഒരു സംശയമാണ് പിന്നീട് പോലീസിലേക്ക് വിവരം അറിയിച്ചത്. പോലീസ് ഫോറൻസിക് വിഭാഗത്തിൽ പരിശോധന നടത്തുകയും കുട്ടിയുടെ കഴുത്ത് മുറിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടക്കം കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സംഭവം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുകയും വൈകിട്ട് അങ്കമാലി ഇടക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ്, അവിടെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. വീട്ടിൽ കറുകുറ്റിയിലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച കുട്ടിയുടെ മൃതദേഹത്തിൽ വലിയ രീതിയിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തിരി പേര് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആഴത്തിൽ മുറിപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആൻ്റണി റൂത്ത് ദമ്പതികളുടെ ഇളയ കുട്ടിയാണ്, 6 മാസം പ്രായമുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. ഇതിൽ അവരുടെ മൂത്ത മകൻ 4 വയസ്സുകാരനായ ഡാനിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ദിവസത്തിൽ തന്നെയാണ് ഈ കുടുംബത്തിന് ദാരുണമായ ഈ സംഭവം കൂടി ആ വീട്ടിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനുശേഷം പോലീസ് മറ്റു നടപടികളിലേക്ക്, കാരണം ഇതൊരു കൊലപാതകം തന്നെയാണ്, അതുകൊണ്ട് ആ നടപടികളിലേക്ക് അടക്കം പോലീസ് കടന്നിരിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് ആശുപത്രിയിലാക്കുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും തുടർന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. KSRTC ബസ്സിൽ പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചിരുന്നാകും പലപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. പുരോഗമന കാഴ്ചപ്പാടുള്ള സമൂഹത്തിൽ ആൺ പെൺ വേർതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ലായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി മറിച്ചാണ്. പൊതുവെ മാന്യന്മാരെന്ന് തോന്നുന്നവർക്ക് പോലും അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാറില്ല. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ കടന്നു പിടിച്ച ഒരു വിരുദ്ധനെ ഒന്ന് കാണണം കേട്ടോ. കാഴ്ചയിൽ മാന്യൻ, എന്നാൽ കയ്യിലിരിപ്പാണ് പ്രശ്നം.
ബസ്സിൽ ഒരേ സീറ്റിലിരുന്ന പെൺകുട്ടിയെയാണ് സഹയാത്രികൻ കയറി പിടിച്ചത്. കാട്ടാക്കടയിൽ ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. എന്തോ കാണിക്കുന്നത്? വീട്ടിൽ അമ്മയും മകന്മാരൊന്നും ഇല്ല. എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ്സിൽ ഇരുന്ന് ഇങ്ങനെയാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ? തനിക്ക് വീട്ടിൽ അമ്മയും മകന്മാരൊന്നും ഇല്ലേ? ബസ്സിൽ അടുത്തിരുന്ന യാത്രക്കാരൻ ബാഗ് മറച്ചുവെച്ച ശേഷം കൈ താഴെ കൂടി കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ പകർത്തിയ പെൺകുട്ടി കൈ തട്ടിമാറ്റിയ ശേഷം ബഹളം വെക്കുകയും അക്രമിയെ അടിക്കുകയും ചെയ്തു. ഇങ്ങനെയാണോ ബസ്സിൽ പെരുമാറുന്നതെന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ എന്നും ഇയാളോട് പെൺകുട്ടി ചോദിക്കുന്നതായും കേൾക്കാം. ഒന്നുകിൽ ഇയാളെ ഇറക്കി വിടണമെന്നും അല്ലെങ്കിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടു. വീട്ടിൽ അമ്മയും മകന്മാരൊന്നും ഇല്ലേ? ഉണ്ടോ? ഇയാളെ മര്യാദക്ക് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ? അതായിരിക്കും ഞാൻ മുഖം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലുണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട. തുടർന്ന് കണ്ടക്ടർ എത്തി ബസ് നിർത്തിച്ച് അക്രമിയെ ഇറക്കി വിടുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളറട റൂട്ടിലെ ബസ്സിൽ പേയാടിന് സമീപമായിരുന്നു സംഭവം. ഇരുവരും കാട്ടാക്കടയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പെൺകുട്ടിക്ക് പരാതിയില്ലാത്തതിനാലാണ് പോലീസിൽ വിവരം അറിയിക്കാതിരുന്നതെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. കാട്ടാക്കട പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. അതേസമയം പ്രതി ആരെന്നതിനെക്കുറിച്ച് പോലീസ് വിവരം ശേഖരിച്ചു തുടങ്ങിയതായാണ് സൂചന. എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ്സിൽ ഇരുന്ന് ഇങ്ങനെയാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ? തനിക്ക് വീട്ടിൽ അമ്മയും മകന്മാരൊന്നും ഇല്ലേ? ഉണ്ടോ? ഇയാളെ മര്യാദക്ക് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ? അതായിരിക്കും ഞാൻ മുഖം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലുണ്ട്. News 18 കാട്ടാക്കട. നാട്ടിൽ പീഡന വീരൻ, ചെന്നൈയിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന പാസ്റ്റർ. തിരുവനന്തപുരം നിർമ്മൺകരയിൽ ട്യൂഷൻ മാസ്റ്ററായിരുന്ന മുത്തുകുമാർ 25 വർഷം മുൻപ് ഒരു പോക്സോ കേസിന് പിന്നാലെ നാടുവിട്ടതാണ്. പിന്നീട് ചെന്നൈയിലെത്തി മതം മാറി. തുടർന്ന് സാം എന്ന പേരിൽ പാസ്റ്ററായി. അതിനിടെ 2 വിവാഹം. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന മുത്തുകുമാറിനെ പിടികൂടാൻ പോലീസ് പഠിച്ച പണി 18 നോക്കിയതാണ്. ഒടുവിൽ 2.5 പതിറ്റാണ്ടിന് ശേഷം പ്രതി പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ ക്ലാസ്സുള്ള ദിവസം വിളിച്ചുകൊണ്ടുപോയി മുത്തുകുമാർ പീഡിപ്പിച്ചതായാണ് കേസ്. പെൺകുട്ടിയെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നത് മുത്തുകുമാറായിരുന്നു. കുട്ടിയെ കാണാതായതോടെ സ്കൂൾ അധികൃതർ വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് ഇയാളുടെ വീട്ടിൽ കുട്ടിയെ കണ്ടെത്തിയത്. മുത്തുകുമാറിനെ നാട്ടുകാർ പിടികൂടിയെങ്കിലും പിന്നീട് ഒളിവിൽ പോയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ഒടുവിലാണ് ചെന്നൈയിലെത്തിയത്. തുടർന്ന് മതം മാറി സാം എന്ന പേരിൽ പാസ്റ്ററായി പ്രവർത്തിക്കുകയായിരുന്നു. ഇതിനിടെ 2 തവണ വിവാഹം കഴിച്ചു. പിടിയിലാകാതിരിക്കാൻ സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയോ ചെയ്തിരുന്നില്ല. പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ നിന്നാണ് ബന്ധുക്കളെ വിളിച്ചിരുന്നത്. ബന്ധുക്കളെയും അവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും അടക്കം നിരീക്ഷിച്ചിരുന്ന പോലീസ് കോൾ വന്ന ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വഞ്ചിയൂർ SHO HS ഷാനിഫ്, SI അലക്സ്, CPOമാരായ ഉല്ലാസ്, വിശാഖ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ചെന്നൈയിലെ അയണവാരത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്നാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 വഞ്ചിയൂർ. കണ്ണൂർ. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. അതിനു മുൻപ് ബാറിൽ കയറി മൂക്കറ്റം കുടിച്ചു. മദ്യലഹരിയിലാണ് സുരേഷ് കുമാർ കേരള എക്സ്പ്രസിൽ കയറിയത്. ട്രെയിൻ വർക്കലയിലെത്തിയപ്പോൾ
അയാൾ സിഗരറ്റ് വലിച്ചത് ശ്രീകുട്ടി ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ. അതിൻ്റെ പ്രകോപനത്തിൽ 19-കാരിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി ട്രാക്കിലേക്കിടുന്നു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയെയും സുരേഷ് കുമാർ തള്ളി താഴേക്കിട്ടെങ്കിലും രക്ഷകനായി ഒരജ്ഞാതൻ അവതരിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ആക്രമണത്തിൻ്റെയും അർച്ചനയെ രക്ഷിക്കുന്നതിൻ്റെയും തെളിവുകൾ പുറത്തു വന്നത്. ചുവന്ന ഷർട്ടിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തിയ അർച്ചനയെ രക്ഷപ്പെടുത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാൾ തന്നെയെന്നാണ് റെയിൽവേ പോലീസ് നൽകുന്ന വിവരം. അതിനിടെ സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കേരള എക്സ്പ്രസിൽ സംഭവം നടന്ന ബോഗിയിലെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം RPF ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഇതിലാണ് ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ശ്രീകുട്ടിയെ ചവിട്ടിത്തെറിപ്പിച്ച ശേഷം പ്രതി സുരേഷ് അർച്ചനയെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇയാൾ ഓടിയെത്തി പ്രതിരോധിക്കുകയായിരുന്നു. ചുവന്ന ഷർട്ടിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തി അർച്ചനയെ രക്ഷിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു കൈകൊണ്ട് ട്രെയിനിലേക്ക് പെൺകുട്ടിയെ വലിച്ചു കയറ്റിയ ഇയാൾ തന്നെയാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും. ഇതുവരെ ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ആളെ കണ്ടെത്തി ആദരിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസ്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന് സാക്ഷികളാണ്. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകി. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ സാക്ഷികൾക്ക് മുമ്പിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തും. ജയിലിൽ വെച്ചാകും തിരിച്ചറിയൽ പരേഡ്. ഇതിനുശേഷം മാത്രമേ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകൂവെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. അർച്ചന ചിത്രങ്ങളും വീഡിയോയും കണ്ട് പ്രതിയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതേസമയം ആക്രമിക്കപ്പെട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ശ്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ലെന്നും വീണ്ടും CT സ്കാനിങ്ങിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നിപ്പോൾ ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിന് ഒരു CTയും കൂടെ ചെയ്യുന്നു. പിന്നെ CT ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ള ഒരു പരിശോധന. വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല. പ്രതീക്ഷിച്ച ഒരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് CTയും പിന്നെ അകത്തെവിടെയെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു CT ആൻജിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്. പ്രതി സുരേഷ് കുമാർ ട്രെയിനിനുള്ളിൽ പുകവലിച്ചത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും ആക്രമണത്തിനും കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി 8:45 ആയിരുന്നു കേരളത്തെ നടുക്കിയ ക്രൂരത അരങ്ങേറിയത്. അതിനിടെ ട്രെയിനിൽ കയറും മുമ്പ് സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിയൂർ ജയിൽ വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകനെ കണ്ടെത്താൻ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മോഷ്ടിച്ച സ്കൂട്ടറിൽ കടന്നു കളഞ്ഞ പ്രതി കേരളം വിട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇതോടെ ബാലമുരുകനെ പിടികൂടാൻ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘവും കളത്തിലിറങ്ങി. അതിനിടെ സംഭവത്തിൽ തമിഴ്നാട് പോലീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ബാലമുരുകനെ രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയെന്ന വിമർശനം ഉയർന്നതോടെയാണ് SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടി. വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കാണ് സസ്പെൻഷൻ. കസ്റ്റഡിയിൽ നിന്നും ചാടിയ ചരിത്രമുണ്ടായിട്ടും ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിലങ്ങണിയിക്കാതെ കൊണ്ടു നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. തമിഴ്നാട് പോലീസിന്റെ അനാസ്ഥ കാരണമാണ് ബാലമുരുകനെ പോലെയുള്ള ഒരു കൊടും കുറ്റവാളി രക്ഷപ്പെട്ടതെന്നാണ് വിമർശനം. ഇതേ തുടർന്നാണ് ബാലമുരുകന്റെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായത്. അതേസമയം ബാലമുരുകനെ കണ്ടെത്താൻ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും രംഗത്തെത്തി. വിയൂർ സെൻട്രൽ ജയിൽ മേഖലയിലും പരിസരത്തുമായി ക്യൂ ബ്രാഞ്ച് സംഘം അതീവ രഹസ്യമായി പരിശോധന നടത്തി. ബാലമുരുകന്റെ കുടുംബവും നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷം മെയ്യിൽ വിയൂർ അതിസുരക്ഷാ ജയിലിന്റെ മുറ്റത്തുനിന്നും പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ ബാലമുരുകനെ ഓഗസ്റ്റിൽ തെങ്കാശിയിൽ നിന്ന് കുടുക്കിയത് ക്യൂ ബ്രാഞ്ച് സംഘമാണ്. അതേസമയം വിയൂർ മണലാറുകാവിൽ വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ മോഷണം പോയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഈ വാഹനത്തിൽ കടന്നുകളഞ്ഞത് ബാലമുരുകനാണോ എന്ന സംശയവുമുണ്ട്.
വിയ്യൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ വെച്ചാണ് സംഭവമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊന്നും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. കഴിഞ്ഞ വർഷം കസ്റ്റഡിയിൽ നിന്ന് ചാടിയ സമയത്തും ഒരു വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ചാണ് ഇയാൾ കടന്നുകളഞ്ഞത്. ഞായറാഴ്ച രാവിലെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിരുദനഗർ കോടതിയിൽ ഹാജരാക്കി തിരികെ എത്തിക്കുമ്പോഴാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ബാങ്കിൽ നിന്ന് പറഞ്ഞാകും വിളിക്കുക. ആധാർ കാർഡിൽ നിങ്ങൾ തിരിമറി നടത്തിയിട്ടുണ്ട്. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ ഞങ്ങൾ പറയുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തരണം. സാധാരണക്കാരായ മലയാളികൾ ഇത് കേൾക്കുമ്പോഴേ ഒന്ന് അമ്പരക്കുമല്ലേ? കേസോ പ്രശ്നങ്ങളോ ഉണ്ടാകേണ്ടെന്ന് കരുതി പണം കൊടുക്കാനും തയ്യാറാകും. പത്തനംതിട്ടയിലെ ഒരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെയാണ് ഫോൺ കോൾ വന്നത്. കേട്ടപാടെ 21 ലക്ഷം രൂപയുമായി ബാങ്കിലെത്തിയ 68കാരി തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെയാണ്. തിരുവല്ല സ്വദേശിനിയായ 68കാരിയെ 2 ദിവസമാണ് തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റിലൂടെ കെണിയിൽപ്പെടുത്തിയത്. തട്ടിപ്പുകാർക്ക് പണം നൽകാനായി വീട്ടമ്മ ബാങ്കിലെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പണം നഷ്ടപ്പെടാതിരിക്കാൻ കാരണം. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടമ്മയുടെ ഫോണിലേക്ക് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന വ്യാജേന വീഡിയോ കോൾ വരുന്നത്. കാനറ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയെന്നും ഇതിന്റെ ആവശ്യങ്ങൾക്കായി വിളിച്ചതാണെന്നും തട്ടിപ്പ് സംഘം പറഞ്ഞു. മറ്റാരോടും വിവരം പറയരുതെന്നും സംഘം നിർദ്ദേശിച്ചു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് തട്ടിപ്പ് സംഘം വീണ്ടും വിളിച്ചു. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. രാവിലെ ബാങ്കിലെത്തി 21 ലക്ഷം രൂപ പിൻവലിക്കണമെന്ന് വീട്ടമ്മ ആവശ്യപ്പെട്ടു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പരും ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇത് സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. ആ ഫോൺ കാണിച്ചു അക്കൗണ്ട് നമ്പർ കാണിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. കാരണം ഒരിക്കലും സുപ്രീം കോർട്ടോ സെൻട്രൽ ബാങ്ക് ഒന്നിങ്ങനെ നേരിട്ട് വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്നതല്ല പതിവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഇമ്മീഡിയറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു വെർച്വൽ അറസ്റ്റിൻ്റെ ഭാഗമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് ഓൾറെഡി അത് കോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ കോൾ അതിനകത്ത് ഓൺലൈനായിട്ടുണ്ടായിരുന്നു. അവരും കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഈ മാഡം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരുമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവരുടെ ഹാർഡ് ഏൺഡ് മണിയായ ഒരു 22 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ സാധിച്ചത്. ബാങ്കിൽ നിൽക്കുന്ന സമയമെല്ലാം വീട്ടമ്മയുടെ ഫോണിലേക്ക് തട്ടിപ്പ് സംഘം നിരന്തരം സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ സന്ദേശങ്ങൾ പരിശോധിച്ചതോടെ ഇത് തട്ടിപ്പ് സംഘത്തിൻ്റെതാണെന്ന് ബോധ്യമായി. ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു, ബാങ്കിൽ വന്നു. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത്. അപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവരതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ് ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി. ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെയാണ് വീട്ടമ്മയുടെ ഫോണിൽ തട്ടിപ്പ് സംഘത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തത്. ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടൽ വലിയ തട്ടിപ്പാണ് പൊളിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ കൂടുതൽ അറസ്റ്റ്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെയാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പലരും സംശയ നിഴലിലാണ്. N വാസുവിന് പിന്നാലെ A പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. അങ്ങനെയെങ്കിൽ അടുത്തത് PS പ്രശാന്തിലേക്കാകുമോ അന്വേഷണം? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിൻ്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. അതിനിടെ കേസിലെ പ്രതികളായ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ അപേക്ഷ നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പ്രതിയെ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ 7ാം പ്രതിയും മുൻ തിരുവാഭരണം കമ്മീഷണറുമായ KS ബൈജുവാണ് അറസ്റ്റിലായത്.
ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ നിന്ന് നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെയാണ് റിമാൻഡിലുള്ള മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തീരുമാനിച്ചത്. ഇതിനുള്ള അപേക്ഷ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു. സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കവർച്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറ്റ് പ്രതികൾക്ക് മുൻകൂട്ടി അറിയാമെന്നും അതിനുള്ള സൗകര്യങ്ങൾ ഗൂഢാലോചന നടത്തി പ്രതികൾ ഒരുക്കി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇതിനായി രജിസ്റ്റർ, മഹസർ എന്നിവയിൽ പ്രതികൾ ബോധപൂർവം ക്രമക്കേട് നടത്തിയെന്നും സംശയിക്കുന്നുണ്ട്. സുധീഷ് കുമാറിന്റെ മൊഴിപ്രകാരം കഴിഞ്ഞ ദിവസം SIT സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം തുടരുന്നത്. അതിനിടയിൽ കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ന്യൂസ് 18 പത്തനംതിട്ട. അയൽവാസിയോടുള്ള പകയും വിദ്വേഷവും കാരണം കാറിനും വീടിനും തീ കൊളുത്തി പ്രതികാരം. കൊട്ടാരക്കര ഓയൂരിലെ ഷഹനാസിന്റെ മനസ്സ് ദുഷ്ടത നിറഞ്ഞതാണ്. അയാളെ പേടിച്ച അയൽവാസികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസമാണ് ഷഹനാസ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസി ഷാജിയുടെ വീടിന് തീ വെച്ചത്. മുൻപ് ഷാജിയുടെ കാർ കത്തിച്ച കേസിൽ പരാതി നൽകിയതിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു വീടിന് നേരെയുള്ള ആക്രമണം. കേസിൽ പ്രതി ഷഹനാസിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷഹനാസ് എന്ന് പോലീസ് പറയുന്നു. ഷഹനാസും പിതാവ് യഹിയ ഖാനും ചേർന്ന് അയൽവാസിയായ ചെറുവട്ടിക്കോണം ഷാജിയുടെ വീടിനോട് ചേർന്നുള്ള വർക്ക്ഷെഡിന് തീവച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഷാജിയുടെ വീടിന്റെ അടുക്കളയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന ഷീറ്റ് മേൽക്കൂരയുള്ള വർക്കേരിയയ്ക്കാണ് പ്രതികൾ തീ കൊളുത്തിയത്. പരാതിയെ തുടർന്ന് പൂയപ്പള്ളി പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഷഹനാസ് പോലീസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും വിഷ്ണുണ്ടായ ബലപ്രയോഗത്തിനിടെ യഹിയ ഖാൻ നിലത്ത് വീണ് പരിക്കേറ്റതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂയപ്പള്ളി SI രജനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. ഷഹനാസ് നിരവധി കേസുകളിലെ പ്രതിയാണെന്നും കാർഷിക വിളകൾ മോഷ്ടിച്ചതിനും ലേബർ ക്യാമ്പിൽ കയറി തൊഴിലാളികളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു. മുൻപ് ഷാജിയുടെ കാർ തകർത്ത സംഭവത്തിലും ഷഹനാസ് പ്രതിയായിരുന്നു. കേസ് കൊടുത്തതിന്റെ വിരോധത്തിലാണ് വീടിന് തീവച്ചതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ഷഹനാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള യഹിയ ഖാന്റെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തും. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം ആറ്റിങ്ങൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും സമീപ പ്രദേശങ്ങളിലും മോഷണം ഇപ്പോൾ തുടർക്കഥയാണ്. ക്യാമറ നിരീക്ഷണമുണ്ടെങ്കിലും അതിനെയെല്ലാം വെട്ടിച്ചാണ് കവർച്ച. ആറ്റിങ്ങൽ നഗരത്തിലെ ഒരു കടയിൽ പട്ടാപ്പകലാണ് മോഷണം നടന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് മൊബൈൽ ഫോണും പണവും കവർന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കള്ളനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. വൈകിട്ട് 4:30 ആറ്റിങ്ങൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹാരിസിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടമ പുറത്തുപോയ സമയത്ത് മൊബൈൽ ഫോണും പണവും ഒരാൾ കവരുകയായിരുന്നു. മോഷണ ദൃശ്യം സമീപത്തെ മൊബൈൽ കടയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹാരിസിന്റെ പരാതിയിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത്. ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും അടുത്ത കാലത്തായി മോഷണം വർദ്ധിക്കുന്നതായി പരാതിയുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ.
മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിൽക്കുന്ന ആളാണ് നജ്മുൽ ഇസ്ലാം. അസം സ്വദേശിയായ യുവാവ് കേരളത്തിലെത്തിയത് പ്ലംബിംഗ് ജോലിക്കാണെങ്കിലും ലഹരി കച്ചവടമാണ് പ്രധാന പണി. എല്ലാ മാസവും ഇയാൾ നാട്ടിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ എക്സൈസിന് സംശയം തോന്നി. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഇത്തവണ യുവാവ് പിടിയിലുമായി. 5.5 കിലോയിലധികം കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പേഴക്കാപ്പള്ളി സബ്സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് 5.5 കിലോയിലധികം കഞ്ചാവുമായി ഒരാളെ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസം സ്വദേശിയായ നജ്മുൽ ഇസ്ലാമിനെയാണ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ഈ വർഷം തന്നെ വേറെയും കഞ്ചാവ് കേസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പ്ലംബിംഗ് വർക്ക് ചെയ്തു വരികയായിരുന്നു ഇയാൾ. അസമിൽ നിന്നും മൊത്തമായി കഞ്ചാവ് മൂവാറ്റുപുഴയിൽ എത്തിച്ച് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വരുന്നതിനിടെയാണ് അറസ്റ്റ്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായി കഞ്ചാവ് വിൽക്കുന്ന ആളാണ് നജ്മുൽ ഇസ്ലാം എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇയാളിൽ നിന്നും കഞ്ചാവ് വിറ്റ് ലഭിച്ച തുകയും 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വർഷം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്ന 91ാമത്തെ ലഹരി കേസാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ, പ്രിവെന്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉന്മേഷ്, ഷബീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനുരാജ്, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത, എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോതമംഗലം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണോ? ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കുമ്പോൾ ഈ ചോദ്യം ഉയർന്നു കേൾക്കാറുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ ശബ്ദ സന്ദേശം മരണമൊഴിയാണ്. ഡോക്ടർമാർക്കെതിരെയും ആശുപത്രിക്കെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ച് വേണു മരിക്കുന്നതിന് തൊട്ട് മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശമാണ് പുറത്തു വന്നത്. കുടുംബം നീതിക്കായി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും സമീപിച്ചു. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ നിഷേധിച്ചു. രണ്ട് പെൺകുട്ടികളുടെ പിതാവായ വേണു ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത്. പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വേണു മരിച്ചു. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഡോക്ടർ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരുടെ സമീപനം വേദന ഉണ്ടാക്കുന്നതാണെന്നും അതിൽ പറയുന്നു. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അന്വേഷിച്ചാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒക്ടോബർ 31-നെത്തിയ രോഗിക്ക് 5 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഡോക്ടർ കുറച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്ന് നഴ്സ് പറഞ്ഞതായി വേണുവിന്റെ ഭാര്യ സിന്ധു ആരോപിച്ചു. ചോദിച്ചപ്പോഴും ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറുടെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നറിനെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം
very much there in the case sheet. വേണുവിന്റെ ആരോഗ്യനില മോശമായെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും മരുന്നുകളോ കൃത്യമായ ചികിത്സയോ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. UDF കൊല്ലത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്തും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കടയ്ക്കലിൽ ലോഡ്ജിന്റെ 2ാം നിലയിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ അസീസിനെ താഴേക്ക് തള്ളിയിട്ടയാൾ പിടിയിൽ. അറസ്റ്റിലായത് കരവാളൂർ സ്വദേശി ശ്രീകുമാർ. കൊച്ചിയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന 80 വയസ്സുള്ള ഡോക്ടറുടെ പക്കൽ നിന്ന് 1,30 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമം. ഡോക്ടർക്ക് 27 ലക്ഷം രൂപ നഷ്ടമായതായാണ് വിവരം. ബംഗളൂരുവിൽ വീട്ടുടമയുടെ ഭാര്യയെ കൊലപ്പെടുത്തി താലിമാല കവർന്ന കേസിൽ വാടകക്കാരായ ദമ്പതികൾ അറസ്റ്റിൽ. ബംഗളൂരു ഉത്തരഹള്ളിയിലെ ശ്രീലക്ഷ്മി കൊലക്കേസിൽ പിടിയിലായത് മഹാരാഷ്ട്ര സ്വദേശികളായ പ്രസാദ്, ഭാര്യ സാക്ഷി എന്നിവർ. അവിവാഹിതരും വിവാഹമോചിതരും വിധവകളുമായ സ്ത്രീകൾ നേരിടുന്ന പല ചോദ്യങ്ങളുമുണ്ട്. അതോടൊപ്പം തുറിച്ചുനോട്ടവും ശല്യപ്പെടുത്തലുമൊക്കെ പിന്നാലെ കാണും. തനിച്ച് താമസിക്കുന്ന സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ബിരുദന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നതാണ് അവരുടെ രീതി. തിരുവനന്തപുരം പള്ളിച്ചാൽ സ്വദേശി ശിവകൃഷ്ണയും ഇങ്ങനെ ഞരമ്പ് രോഗമുള്ള ആളാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി അവരുടെ വിവാഹമോചനത്തിന് ശേഷമാണ് ശിവകൃഷ്ണയുമായി പരിചയത്തിലാകുന്നത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗിക ചൂഷണം, പണവും തട്ടിയെടുത്തു. പിന്നീട് മറ്റൊരു പെൺകുട്ടിയെ അയാൾ വിവാഹം കഴിച്ചതോടെയാണ് താൻ ചതിക്കപ്പെട്ടെന്ന കാര്യം ആ യുവതി മനസ്സിലാക്കിയത്. കേസിൽ പ്രതി ശിവകൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ പ്രണയച്ചതിക്ക് ഇറങ്ങുന്നവർ കരുതിയിരുന്നോ, പണി പിന്നാലെ വരും കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.